Dear students, today we are going to discuss about cartels. So cartel in an oligopoly market. So it is a form of collusive oligopoly model. So we will discuss what does this cartel means and what is the role of cartel in an oligopoly market. All these things will be discussed here. Okay. So we know that in an oligopoly market situation, there arises the problem of interdependence. ഓക്കെ സോ നമുക്കറിയാം ഒലിഗോപ്പൊളി ഫേം എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫേമുകൾ ചിലപ്പോൾ ഒരു 5 ഫേം അല്ലെങ്കിൽ 4 ഫേം ഒക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന ഫേമുകളിൽ ഇന്റർഡിപെൻഡൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫേമുകൾ തമ്മിൽ ഡിപ്പെൻഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കിങ്ഡം ഡിമാൻഡ് കർവും ഒക്കെ പറഞ്ഞു അതായത് ഒരു ഫേമിന്റെ റിയാക്ഷൻ എന്താണെന്ന് മറ്റൊരു ഫേമിന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫേം അവരുടെ പ്രൈസും ഔട്ട്പുട്ടും സെറ്റ് ചെയ്യുമ്പം മറ്റൊരു ഫേം അതിനോട് അല്ലെങ്കിൽ മറ്റൊരു ഫേമിന്റെ പ്രൈസും ഔട്ട്പുട്ടും റിയാക്ഷൻ എന്താണ് എന്നുള്ളത് അറിയത്തില്ലാത്തത് കൊണ്ട് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അൺസർട്ടനിറ്റി പ്രശ്നവും അതുപോലെ തന്നെ പ്രൈസ് വാറും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒലിഗോപോളിസ്റ്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒലിഗോപോളി ഫേംസുകൾ തമ്മിലൊരു എഗ്രിമെന്റിൽ എത്തും റിഗാർഡിംഗ് പ്രൈസ് ഔട്ട്പുട്ട് പോളിസി. അപ്പൊ ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ വരും. അപ്പൊ ആ എഗ്രിമെന്റിൽ വരുന്ന തരത്തിലുള്ള മോഡലിനെയാണ് നമ്മൾ കൊളൂസീവ് ഒലിഗോപോളി മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ എഗ്രിമെന്റ് ഒന്നെങ്കിൽ ഓപ്പൺ ഫോർമൽ ആയിട്ടുള്ള ഓപ്പൺ എഗ്രിമെന്റ് ആകാം, അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള എഗ്രിമെന്റും ആകാം. പലപ്പോഴും നമുക്ക് കാണാവുന്നത് അതൊരു സീക്രട്ട് എഗ്രിമെന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ഫോർമൽ എഗ്രിമെന്റ് ലീഗലി അക്സെപ്റ്റ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സീക്രട്ട് എഗ്രിമെന്റുകളിൽ പലപ്പോഴും ഫേമുകൾ തമ്മിൽ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊളൂസീവ് എഗ്രിമെന്റുകൾ ഒരു ഒലിഗോപോളി ഫേമിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒലിഗോപോളി മാർക്കറ്റിലെ ഫേമുകൾ ഈ ഒരു കൊളൂസീവ് എഗ്രിമെന്റ് എന്താണ് അവർ തമ്മിലൊരു ധാരണയിൽ എത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോഡലെ നമ്മൾ കൊലൂസീവ് ഒലിഗോപോളി മോഡൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിൽ കൊലൂസീവ് ഒലിഗോപോളി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയും. ഇനി ഈ കൊളൂഷൻ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതിനെയാണ് നമ്മൾ കൊളൂഷൻ, രണ്ടുപേർ തമ്മിലുള്ള ഒരു പരസ്പര ധാരണ. അത് രണ്ട് തരത്തിലുണ്ട്. അതിലൊരെണ്ണമാണ് കാർട്ടൽ, രണ്ടാമത്തേത് പ്രൈസ് ലീഡർഷിപ്പ്. ഇത് രണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഫെൽനർ എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റ് ആണ്. അപ്പോൾ കാർട്ടൽ ടൈപ്പിലാണെങ്കിൽ ഫേംസ് ഒരുമിച്ച് ഒരു സംസാരിച്ച് ഒരു പ്രൈസും ഔട്ട്പുട്ടിന്റെയും കാര്യത്തിൽ ഒരു ധാരണയിലെത്തി എഗ്രിമെന്റ് വെക്കുവാണ് ഒരുമിച്ചിരുന്ന്. ഇനി പ്രൈസ് ലീഡർഷിപ്പിലാണെങ്കിൽ ഒരു ഫേം അവിടെ ലീഡറായിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ആ ലീഡർ ആയിരിക്കും ആ മാർക്കറ്റിൽ എത്ര പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യണം അല്ലെങ്കിൽ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ബാക്കിയുള്ള ഫേമുകൾ ഈ ലീഡറിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. അതാണ് പ്രൈസ് ലീഡർഷിപ്പിലുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ലീഡർഷിപ്പിൽ എന്താണ് ഒരു ലീഡർ ആ ഫേം മാർക്കറ്റിൽ കാണും, ബാക്കി ഫേംസ് ഈ ലീഡറിനെ ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത്. കൊളൂസീവ് ഒലിഗോപോളിയിലാണ് ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത്, ജോയിന്റ്ലി ഫിക്സ് എ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. Okay, now let us discuss about cartel. So it can be defined as a group of firms that gets together to make output and price decisions. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫേംസ് ആ ഫേം മാർക്കറ്റിലുള്ള ആ ഒരു സ്മോൾ നമ്പർ ഓഫ് ഫേംസ് ഒരുമിച്ച് വരികയും പ്രൈസ് ഔട്ട്പുട്ട് കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്യും. അതിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒലിഗോപോളി മാർക്കറ്റിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഫേംസ് അല്ലെങ്കിൽ കാർട്ടൽ ഫോം ചെയ്യുകയുള്ളൂ. എല്ലാ ഫേമിനും ഒരുപോലെ മാർക്കറ്റിൽ ഷെയർ ഉണ്ട്. അപ്പൊ എല്ലാ ഫേമും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചർച്ച ചെയ്തായിരിക്കും ഒരു ഡിസിഷനിൽ എത്തുന്നത്. സോ ഒലിഗോപോളിസ്റ്റിക് ഫേംസ് ജോയിൻ എ കാർട്ടൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ മാർക്കറ്റ് പവർ and members will work together jointly the level of output that each member will produce or the price that each member will ചാർജ്. അപ്പോൾ ഓരോ ആളും എത്ര പ്രൊഡ്യൂസ് ചെയ്യും, ഓരോ ആളും എത്ര പ്രൈസ് ചാർജ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ് കാർട്ടലിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരുമിച്ച് ജോയിന്റ്ലി അവർ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം പലപ്പോഴും ഒരു കാർട്ടൽ മെമ്പേഴ്സിന്റെ ബിഹേവിയർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മോണോപോളിസ്റ്റ് പോലെ ആയിരിക്കും. കാരണം ആ പ്രൈസും ഔട്ട്പുട്ടും ഓരോരുത്തരും അവരവരുടേതായ പ്രൈസും ഔട്ട്പുട്ടും ഉണ്ട്. അങ്ങനെ ഒരു മോണോപോളിസ്റ്റിക് സിറ്റുവേഷൻ വരാൻ കാരണം ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ എത്തിയേക്കുന്നത് കൊണ്ട് ഫിക്സഡ് ആയിട്ട് ഒരു പ്രൈസ് ഔട്ട്പുട്ടിലോട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഈ കാർട്ടൽ തന്നെ രണ്ട് ഫോം നമുക്ക് പറയാൻ പറ്റും. ഒന്ന് കാർട്ടൽ എയിമിങ് എ ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതായത്
ഒലിഗോപ്പൊളി മാർക്കറ്റ് ടോട്ടൽ മാർക്കറ്റിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. അതാണ് ഒരു ടൈപ്പ് ഓഫ് കാർട്ടലിന്റെ ഉദ്ദേശം. അപ്പൊ അവിടെ എയിം ചെയ്യുന്നത് ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതായത് എത്ര ഫേമുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം കൂടി ഒരുമിച്ച് ജോയിന്റ്ലി മാർക്കറ്റിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. 2, ഷെയറിംഗ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി എഗ്രിമെന്റുകൾ ഫോം ചെയ്യുക. സോ ഫസ്റ്റ് ലെറ്റ് us look upon cartels aiming at joint profit maximization. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലൈൻ മോണോപോളിസ്റ്റിന്റെ സിറ്റുവേഷൻ ആണ്. ഒരു മാർക്കറ്റിൽ ഒന്നിൽ കൂടുതൽ ഫേമുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്യുവർ ഒലിഗോപ്പൊളിയാണ്. പ്യുവർ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും, സെയിം പ്രോഡക്റ്റ് ആയിരിക്കും. ഈ പറയുന്ന ഇപ്പം 5 ഫേം ഉണ്ടെങ്കിൽ 5 ഫേമും ഒരേ പ്രോഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്യുവർ ഒലിഗോപ്പൊളി മാർക്കറ്റിന്റെ ബേസിസിലാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇങ്ങനെ ഒരു ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കാർട്ടൽ ഫോം ചെയ്യുമ്പം അവിടെ സംഭവിക്കുന്ന ഇതാണ്: ഫേംസ് ജോയിന്റ്ലി അപ്പോയിന്റ് എ സെൻട്രൽ ഏജന്റ്. ഒരു സെൻട്രൽ ഏജന്റിനെ ഫേംസ് എല്ലാവരും കൂടി അപ്പോയിന്റ് ചെയ്യും. ഈ സെൻട്രൽ ഏജന്റ് ആയിരിക്കും അവിടുത്തെ അതോറിറ്റി ടു ഡിറ്റർമൈൻ ദി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. സോ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൈസ് എത്ര ചാർജ് ചെയ്യണം, ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് പ്രൈസ് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഒരു സെൻട്രൽ ഏജൻസി ആണ്. അപ്പോൾ ഈ സെൻട്രൽ ഏജൻസിയാണ് ഫേംസിൻ്റെ പ്രൊഡക്ഷൻ എത്രമാത്രം വേണം, പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം, അപ്പോൾ എങ്ങനെയൊക്കെ ഫേംസ് ബിഹേവ് ചെയ്താലാണ് ജോയിന്റ് പ്രോഫിറ്റ്, ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ സെൻട്രൽ ഏജൻസിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫേമിൻ്റെയും ഡീറ്റെയിൽസ്, കോസ്റ്റ് സ്ട്രക്ചർ, കോസ്റ്റ് കണ്ടീഷൻസ്, ഇതിലോട്ടെല്ലാം ഉള്ള ഡീറ്റെയിൽസും ഈ സെൻട്രൽ ഏജൻസി പരിശോധിക്കും. അപ്പം ഫേം എ ബി സി ഡി ഇ 5 ഫേം ഉണ്ടെങ്കിൽ 5 ഫേമിൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണ്, എത്രമാത്രം സൈസ് എങ്ങനെയാണ്, ഓരോ ഫേമും എന്തോരം മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓരോ ഫേമിൻ്റെയും കപ്പാസിറ്റി എത്രമാത്രമാണ്, ഇതെല്ലാം മനസ്സിലാക്കി ഓരോ ഫേമിൻ്റെയും കോസ്റ്റ് എത്രമാത്രമാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രമാത്രം ആകുന്നുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓരോ എ ഇത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, ബി ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം, സി ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഒരു അലോക്കേഷൻ ഈ സെൻട്രൽ ഏജൻസി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിമ്പിളായിട്ട് ഒരു 2 ഫേമാണ്, ഫേം എയും ഫേം ബിയും ആണ് മാർക്കറ്റിൽ ഉള്ളത്. ഇനി MC = MR കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് തന്നെയാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കേട്ടോ. MC MR ഇക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന MC1 MC2 എന്ന് പറയുന്ന ഫേം എയുടെ മാർജിനൽ കോസ്റ്റ്, MC2 ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ MC1 + MC2 എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ മാർജിനൽ കോസ്റ്റ്. ഇനി ഇതാണ് ഇൻഡസ്ട്രിയുടെ റവന്യൂ കർവ്, മാർജിനൽ റവന്യൂ കർവ് ഇതാണ്. അപ്പോൾ ഈ MC = MR വരുന്ന ഈ പോയിന്റ് E ആണ് ഇവിടെ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ആ ഇക്വിലിബ്രിയം പോയിന്റിനോട് ആനുപാതികമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ OP ആയിരിക്കും ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ ആ OP പ്രൈസ് ആയിരിക്കും ഈ 2 ഫേമുകളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയേ, ഈ വര കറക്റ്റായിട്ട് നേരെ തന്നെ പോകും. അതായത് ഫേം എയും ഫേം ബിയും എല്ലാം OP പ്രൈസാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനോട് ആനുപാതികമായിട്ട് MC = MR കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൈസും അതുപോലെ തന്നെ OQ ഔട്ട്പുട്ടും. OQ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫേം എയുടെ ഔട്ട്പുട്ടും ഫേം ബിയുടെ ഔട്ട്പുട്ടിൻ്റെയും ടോട്ടലാണ് ടോട്ടൽ ഇൻഡസ്ട്രി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് OP, മാർക്കറ്റ് ഔട്ട്പുട്ട് OQ എന്ന് പറയുന്നത് OQ1, ഫേം എയുടെ OQ1ഉം ഫേം ബിയുടെ OQ2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇൻഡസ്ട്രി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫേം എയുടെ പ്രോഫിറ്റും ഫേം ബിയുടെ പ്രോഫിറ്റും കൂടെ ടോട്ടലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഫേം എയുടെ പ്രോഫിറ്റ് ഏരിയ, ഇതാണ് ഫേം ബിയുടെ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ജസ്റ്റ് ഒന്ന് ഫിഗർ മാത്രമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫേം എയുടെ MC കർവ്, ആവറേജ് കോസ്റ്റ് ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ്, ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം പോയിന്റ് ആയിരിക്കും ഈ രണ്ടിടത്തോട്ടും പോകുന്നത്. പ്രൈസസ് OP പ്രൈസ് ആയിരിക്കും. അപ്പോൾ A എന്ന് പറഞ്ഞ ഫേം OQ1 ക്വാണ്ടിറ്റിയും B എന്ന് പറഞ്ഞ ഫേം OQ2, അതായത് എയിലേക്കാൾ ഇച്ചിരി കുറച്ച് പ്രൊഡക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ അത് കോസ്റ്റിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും, പ്ലാന്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ടോട്ടൽ OQ ആണ് ഔട്ട്പുട്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുമ്പോൾ വളരെ എളുപ്പമാണ്. 2 ഫേം ഉണ്ടെങ്കിൽ OQ1 OQ2 ഒക്കെ വെച്ച് നമുക്ക് പ്രൈസും ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും അത്ര ഈസി ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇൻഡസ്ട്രി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ എഗ്രിമെൻറ്റിൽ എത്തിയാൽ പോലും ഇങ്ങനെയൊരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോസിബിൾ ആകണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, സോ നമുക്കതിന് പല കാരണങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു റീസൺ വൈ ഇൻഡസ്ട്രി പ്രോഫിറ്റ്സ് ആർ നോട്ട് മാക്സിമൈസ്ഡ്? ഒന്ന്, മാർക്കറ്റ് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പ്രോഫിറ്റിലും വ്യത്യാസം വരും. ദെൻ മാർജിനൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വന്നാൽ അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ കാർട്ടൽ നെഗോഷിയേഷൻസ് ഒക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അതായത് ഇത് ജോയിൻ്റ് ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ നെഗോഷിയേഷൻസ് ഒരുപാട് നീണ്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടേതായ പ്രൈസ് നെഗോഷിയേറ്റഡ് പ്രൈസിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഒന്ന് ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ കുറച്ച് ടൈം പീരീഡ് എടുക്കും. ദെൻ ബ്ലഫിംഗ് നേച്ചർ ഓഫ് മെമ്പേഴ്സ്, അതായത് ഇതിനകത്ത് ഓരോ മെമ്പേഴ്സിൻ്റെയും ഓരോ ബിഹേവിയർ ഉണ്ട്. അതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രി പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഹൈ കോസ്റ്റ് ഫേം കാണും. അപ്പോൾ ഈ 2 ഫേം ഉള്ളതിൽ ഒരു ഫേം ചിലപ്പോൾ ഹൈ കോസ്റ്റ് ഫേം ആയിരിക്കും. അപ്പോൾ ആ ഫേമിന് കൂടുതൽ പ്രൈസിൽ വിറ്റാൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുകയുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എക്സെപ്ഷൻസ് വരുമ്പോൾ ഹൈ കോസ്റ്റ് ഫേമുകളൊക്കെ വന്നാൽ അവരെയും കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ അതത്ര എളുപ്പം അല്ല. അപ്പോൾ അന്നേരം വരുമ്പം ഒരു പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൈസ് ചിലപ്പോൾ ഈ ഫേമിന് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഉണ്ടായാലും ഈ ഒരു ഇൻഡസ്ട്രി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു സീക്രട്ട് എഗ്രിമെൻറ്റിൽ കൂടി ആയിരിക്കും പലപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റേതായ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഫേംസിനെ എല്ലാം അത് എഫക്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫോം ഓഫ് കാർട്ടൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടലാണ്. അതായത് 2 രീതിയിൽ മാർക്കറ്റ് ഷെയർ ചെയ്യാം. ഒന്ന് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, അതായത് പ്രൈസ് ഓൾറെഡി എല്ലാവരും ഒരുപോലെ കീപ്പ് ചെയ്യുന്നു. ബാക്കി എലമെൻറ്റുകളുണ്ടല്ലോ, ലൈക്ക് കോസ്റ്റിൽ വ്യത്യാസം, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിൽ കൂടി സെയിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് ഷെയറിങ്ങിൽ ഒന്ന് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, 2 ഡിറ്റർമിനേഷൻ ഓഫ് കോട്ട. ഓരോ ഫേമും കറക്റ്റ് ഇത്ര കോട്ട വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ 2 രീതിയിലും മാർക്കറ്റ് ഷെയറിങ് സംഭവിക്കും. അപ്പം ഫേംസ് എഗ്രി ടു ഷെയർ ദ മാർക്കറ്റ് ആൻഡ് കീപ്പ് എ കൺസിഡറബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഓരോ ഫേമിനും അവരവരുടേതായ ഫ്രീഡം ഉണ്ട്. എങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ സെല്ലിംഗ് ആക്ടിവിറ്റി ഉപയോഗിക്കണം, അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം, പ്രൊമോഷൻ എങ്ങനെ നടത്തണം, ഇങ്ങനെയുള്ള അവരവരുടെ ഫേമിൻ്റെ കാര്യത്തിൽ അവരവർക്ക് ഫ്രീഡം ഉണ്ട്. എന്നാൽ ഓരോ ഫേമും ഇത്ര മാർക്കറ്റ് ഷെയർ ആണ് ഓരോ ഫേംസും ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എഗ്രിമെൻറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ മെമ്പർ ഫേംസ് എഗ്രി ഓൺ എ കോമൺ പ്രൈസ്. അപ്പോൾ ഇവിടെ ഫേംസ് ഇപ്പോൾ 2 ഫേം ഉണ്ട്, 2 ഫേം പറയും ഓക്കെ 10 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാം. അപ്പോൾ പ്രൈസ് കോമൺ ആണ് ആൻഡ് ദേ ക്യാൻ സെൽ എനി ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഇപ്പോൾ 10 രൂപയ്ക്ക് എനിക്ക് ഒരു 50 പേന ഒരു ദിവസം വിൽക്കാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ലാഭകരമായിട്ട്. രണ്ടാമത്തെ ഫേമിന് ചിലപ്പോൾ 20 എണ്ണവേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാക്കുമ്പോഴത്തേനും അവർക്ക് പ്രോഫിറ്റ് അല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റി ഓരോ ഫേമും അവരവരുടേതായ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ബാർഗെയിൻ ചെയ്താണ്. 2 ഫേമുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്താണ് ഈ കോമൺ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ലോ കോസ്റ്റ് ഫേം പറയുന്നത് എന്തായിരിക്കും? പ്രൈസ് കുറച്ച് വെക്കാൻ പറയും. അപ്പം എനിക്കിപ്പം പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 2 രൂപയാകുന്നുള്ളൂ. അപ്പം ഞാൻ പറയും ഓക്കെ ഒരു 10 രൂപയ്ക്ക് വിൽക്കാം എന്ന് പറയും, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വേറൊരു ഫേമിന് 8 രൂപയാകുന്നുണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ്. അന്നേരം ഞാൻ ആ രണ്ടാമത്തെ ഫേം പറയും ഒരു 20 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്കെങ്കിലും വെക്കണം. അപ്പോൾ ഇവർ തമ്മിൽ അപ്പം കോസ്റ്റ് കുറവുള്ള ഫേം കുറഞ്ഞ പ്രൈസ് പറയുള്ളൂ, കാരണം എന്നാലും അവർക്ക് ലാഭമാണ്. അപ്പോൾ ഇങ്ങനെ 2 ഫേമുകളും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ എത്തണം. അപ്പോൾ 2 കൂട്ടർക്കും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിൽ വേണം പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർ തമ്മിൽ ധാരണയിലെത്തുമ്പം ഒരു ഫേംസ് വിൽ എഗ്രി നോട്ട് ടു സെൽ അറ്റ് എ പ്രൈസ് ബിലോ ദ കാർട്ടൽ പ്രൈസ്. അപ്പോൾ 10 രൂപയാണ് കാർട്ടൽ പ്രൈസായിട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലും താഴെ വിൽക്കാനായിട്ട് പാടില്ല. അന്നേരം ആദ്യത്തെ ഫേം നോക്കുക, എനിക്ക് 2 രൂപയല്ലേ ആകുന്നുള്ളൂ, എന്ന് ഞാൻ 8 രൂപയ്ക്ക് വിൽക്കാം, അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കസ്റ്റമേഴ്സിന് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ഈ ഒരു കൊളൂസീവ് മാർക്കറ്റിൽ പറ്റില്ല. കാർട്ടൽ പ്രൈസിലും താഴെ അവർക്ക് വിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? അവരവരുടെ
അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എന്താണ് ക്വാളിറ്റിയിൽ, സ്റ്റൈല്, ഡിസൈനിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് കോമ്പീറ്റ് ചെയ്യാം മറ്റ് ഫേമുമായിട്ട്. അതായത് പ്രൈസിൽ കോമ്പറ്റീഷൻ നടത്താൻ പറ്റില്ല, കാരണം രണ്ടുപേർക്കും ഒരേ പ്രൈസ് സെറ്റ് ചെയ്തു അവർ എഗ്രിമെൻറ്റ് വെച്ച്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അവർ കോമ്പീറ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഫേംസിന് മാക്സിമം കസ്റ്റമേഴ്സിനെ കിട്ടണം, പ്രൈസിൽ വ്യത്യാസം വരുത്താൻ പറ്റുകയില്ല. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് എടുത്ത് ഇവർ കോമ്പറ്റീഷൻ നടത്തും. ക്വാളിറ്റി, അപ്പിയറൻസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് വെച്ച് കോമ്പറ്റീഷൻ നടത്തും. ഓക്കെ, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ദാൻ ദി കംപ്ലീറ്റ് കാർട്ടൽ. അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും അൺസ്റ്റേബിൾ ആണ്. ഇതൊരു ലൂസ് കാർട്ടൽ എന്ന് നമുക്ക് പറയാം. കാരണം പ്രൈസ് മാത്രമേ ഉള്ളൂ സെറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവരവരുടേതായ ഫ്രീഡം അവർ ഉണ്ട്. അപ്പോൾ സെയിം കോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാ ഫേമും ഒരേ കോസ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു മോണോപ്പൊളി പ്രൈസ്, കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടും. കോസ്റ്റ് ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ഈ കാർട്ടൽ അൺസ്റ്റേബിൾ ആയിക്കൊണ്ട് ഇരിക്കും. കാരണം ലോ ഫേംസ് എപ്പോഴും ട്രൈ ചെയ്യും ഈ ഒരു കാർട്ടൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു മിനിമം കാർട്ടൽ പ്രൈസ് മാറ്റി കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ അത് മറ്റ് ഫേമുകൾക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അവിടെ ഒരുപാട് ഈ പറയുന്ന ലൂസ് കാർട്ടൽ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ പ്രശ്നങ്ങൾ അവിടെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ലോ കോസ്റ്റ് ഫേം ചിലപ്പോൾ ചീറ്റ് ചെയ്യും, സീക്രട്ടായിട്ട് പ്രൈസ് കൺസെഷനൊക്കെ കൊടുക്കും വരുന്നവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പം വിൽക്കുമ്പോൾ പ്രൈസ് 10 രൂപയെന്ന് പറയും, പക്ഷെ വരുന്നവർക്ക് ചിലപ്പം കുഴപ്പമില്ല 8 രൂപ തന്നാലും മതി എന്നൊക്കെ പറയുമ്പോഴത്തേന് കസ്റ്റമേഴ്സ് കൂടുതൽ അങ്ങോട്ട് പോകും, ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ചീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും മറ്റ് ഫേംസിനെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും, അവിടെയുള്ള കസ്റ്റമേഴ്സ് എല്ലാം അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, മറ്റവർ പ്രശ്നമാകും, കാർട്ടൽ സ്പ്ലിറ്റ് ആകും, പിന്നെയും പ്രൈസ് വാറും കോമ്പറ്റീഷനും എല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടലിൽ ഈ ഒരു നോൺ പ്രൈസ് കോമ്പറ്റീഷൻ അത്രമാത്രം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. രണ്ടാമതാണ് ഷെയറിംഗ് ഓഫ് മാർക്കറ്റ് ബൈ എഗ്രിമെൻറ്റ്. എത്രമാത്രം കോട്ട എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ മാർക്കറ്റ് ഷെയർ ചെയ്യുന്നതാണ്. എഗ്രിമെൻറ്റ് ഓൺ ദി ക്വാണ്ടിറ്റി ദാറ്റ് ഈച്ച് മെമ്പർ മേ സെൽ. അപ്പോൾ ഒരു എഗ്രീഡ് പ്രൈസ് ഉണ്ട്, ആ പ്രൈസിൽ ഒരു ഫേം എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം, അങ്ങനെ കോട്ട സെറ്റ് ചെയ്യുകയാണ് ഓരോ ഫേമിനും. അപ്പം എല്ലാ ഫേമിനും ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെയിം ആണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് മാർക്കറ്റ് ഷെയർ ചെയ്യും. ചിലർക്ക് കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ചിലർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ കോസ്റ്റിൽ വ്യത്യാസം വന്നാൽ അതനുസരിച്ച് മാർക്കറ്റ് ഷെയർ ചെയ്യുന്നതും വ്യത്യാസം വരും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഫേംസ് ആണ് മാർക്കറ്റിലുള്ളത് വിത്ത് ഐഡൻറ്റിക്കൽ കോസ്റ്റ്. ഈച്ച് ഫേം വിൽ സെൽ അറ്റ് ദ മോണോപ്പൊളി പ്രൈസ്. അപ്പോൾ കോസ്റ്റ് സെയിം ആണ്, രണ്ടുപേരുടെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 10 രൂപയാണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം മോണോപ്പൊളി പ്രൈസ് സെറ്റ് ചെയ്യും. 1/2 ഓഫ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ് അറ്റ് ദാറ്റ് പ്രൈസ് വിൽ ബി ഷെയർഡ് ബൈ ദീസ് 2 ഫേംസ്. അപ്പോൾ A, B 2 ഫേം ഉണ്ട്. മാർക്കറ്റിൻ്റെ പകുതി A എന്ന് പറഞ്ഞ ഫേമും ബാക്കി പകുതി B എന്ന് പറഞ്ഞ ഫേമും ആയിരിക്കും മാർക്കറ്റ് ഷെയർ. കാരണം ഈക്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഒരേ പ്രൈസാണ്, അപ്പോൾ ഈക്വലായിട്ട് മാർക്കറ്റ് ഷെയർ ചെയ്യുന്നു. കോസ്റ്റ് ഡിഫറെൻ്റ് ആണെങ്കിലോ കോട്ടായും അതനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ കോസ്റ്റിൻ്റെ ബേസിസിലാണ് ഈ കോട്ട ഷെയറിങ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഈ കോട്ട ഷെയറിങ് അല്ലെങ്കിൽ ഈ ഒരു കൊളൂഷൻ അൺസ്റ്റേബിൾ ആകും. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞ ഫേം കാർട്ടൽ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഇവിടെയും വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദ ഫൈനൽ കോട്ട ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആസ് വെൽ ആസ് ബാർഗെയിനിങ് സ്കിൽ. രണ്ടുമുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഒരു പ്രധാന ഫാക്ടറാണ്, അതുപോലെ ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ കഴിവ്. ഓക്കെ, അപ്പം പാസ്റ്റ് ലെവൽ സെയിലിൻ്റെ ബേസിസിലും ഓരോ ഫേമിൻ്റെയും പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുടെ ബേസിസിലും ആയിരിക്കും ഈ ബാർഗെയിനിങ് അവർ നടത്തുന്നത്. അപ്പോൾ ആ ബാർഗെയിനിങ് പ്രോസസ്സിൽ ഈ പറയുന്ന സെയിൽ എത്രമാത്രം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓരോ ഫേമിൻ്റെ എത്രയുണ്ടെന്നൊക്കെ അനുസരിച്ചാണ് ഓരോ ഫേമുകളും അവിടെ ബാർഗെയിൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് തന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് റീജിയൻ സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റ് ഷെയറിങ് നടത്താം. അതായത് ജോഗ്രഫിക്കൽ ഷെയറിങ് ഓഫ് മാർക്കറ്റ്. അത് എക്സാമ്പിൾ ഉണ്ട്. ഈ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെയാണ് കൂടുതലും. അതായത് റീജിയണൽ എഗ്രിമെൻറ്റ് ഒരു റീജിയൻ ബേസിസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ് അവർക്ക് രണ്ടുപേർക്ക് 2 രീതിയിലുള്ള മാർക്കറ്റ് ഷെയറിങ് ആയിരിക്കും. അല്ലെങ്കിൽ മിഡിൽ ഇൻകം, ലോ ഇൻകം, ഹൈ ഇൻകം കൺട്രീസ്. അപ്പോൾ ആ രീതിയിൽ റീജിയൻ സ്പെസിഫിക് ആയിട്ടും മാർക്കറ്റ് ഷെയറിങ് വരും. അപ്പോഴും ഈ പറയുന്ന ലോ കോസ്റ്റ് ഫേമുകൾ അല്ലെങ്കിൽ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സീക്രട്ട് പ്രൈസ് കൺസെഷൻ അവരും കൊടുക്കും. കാരണം ഓപ്പൺലി അവർ എഗ്രിമെൻറ്റിൽ എത്തും, എന്നിട്ട് സീക്രട്ട് ആയിട്ട് പ്രൈസ് കൺസെഷനോ
അല്ലെങ്കിൽ പാരലായിട്ട് വേറെ അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെയൊക്കെ കൂടുതൽ സെയിൽസ് പ്രൊമോഷനൊക്കെ കൊടുക്കും. ഇൻ എഫക്റ്റ് സംഭവിക്കുന്നത് ഹൈ കോസ്റ്റ് ഫേമുകൾക്ക് അത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി കാർട്ടൽ മോഡൽസ്, കൊളൂസീവ് ഒലിഗോപ്പൊളി കാർട്ടൽ മോഡൽസ് യൂഷ്വലി ക്ലോസ്ഡ് മോഡൽസ് ആണ്. കാരണം എൻട്രി ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർട്ടൽ എപ്പോഴും അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കും. കാരണം ഫ്രീ എൻട്രി ഓഫ് ഫേംസ് ആണെങ്കിൽ ചിലപ്പം ഓൾറെഡി കാർട്ടൽ പ്രൈസൊക്കെ മാർക്കറ്റിൽ കാണും. പക്ഷേ പുതിയൊരു ഫേം വരുമ്പോൾ അവരത് ഫോളോ ചെയ്യണമെന്നില്ല. ഒലിഗോപ്പൊളി മാർക്കറ്റാണ്, അപ്പോൾ അവർ കുറച്ചുകൂടി ലോ കോസ്റ്റ് ഫേം ആണെങ്കിൽ അവർ പ്രൈസ് കുറയ്ക്കും. അന്നേരം വീണ്ടും ബാക്കി ഫേംസിനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ആ സ്റ്റെബിലിറ്റിനെ എപ്പോഴും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കാർട്ടൽസ് ആർ അവെയർ ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് എൻട്രി. അപ്പം അതിന് ചെയ്യുന്നതാണ് മാക്സിമം ലോവർ പ്രൈസ് ആയിരിക്കും കാർട്ടൽ പ്രൈസായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും പുതിയ ഫേംസിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ. ഹൈ പ്രൈസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് നല്ല വില കിട്ടുന്ന മാർക്കറ്റ് ആണെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലോവർ പ്രൈസ് എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് കാർട്ടലിൽ ശ്രമിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കാർട്ടൽ മോഡൽ അല്ലെങ്കിൽ കാർട്ടൽ എഗ്രിമെൻറ്റുകളിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ കാർട്ടൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി കൊളൂസീവ് ഒലിഗോപ്പൊളി മോഡൽ. ഫേംസ്, ഒലിഗോപ്പൊളിയിലുള്ള ഫേംസുകൾ തമ്മിലൊരു എഗ്രിമെൻറ്റിൽ എത്തുകയും ആ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ മാർക്കറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ പ്രൈസും ഔട്ട്പുട്ടും മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യും കാർട്ടൽ ബേസിസിൽ എഗ്രിമെൻറ്റിൽ എത്തിക്കൊണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയറിങ്, പല രീതിയിൽ മാർക്കറ്റ് ഷെയർ ചെയ്തുകൊണ്ട് കാർട്ടലിൽ എത്തും. അപ്പോൾ ഇതാണ് കാർട്ടൽ ഇൻ എ ഒലിഗോപ്പൊളി market where there is a collusive agreement between the firms. Okay.